സർവേശ്വരനാഥനിലുള്ള വിശ്വാസത്തിൽ ശരണപ്പെട്ട് സ്വർഗ്ഗപിതാവിന്റെ അടുക്കിലേക്ക് യാത്രയാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗ്ഗിക്ക് അന്ത്യയാത്ര നൽകുവാനായി നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുകയാണല്ലോ. നെടുമ്പാഞ്ചാൽ ഇടവഴിയുടെ ഒരു പ്രിയപുത്രി കഴിഞ്ഞ ഏതാനും വർഷങ്ങളില് അസുഖം മൂലം സഹനത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഈശോയുടെ കരങ്ങളിലെ തന്നെ സമർപ്പിച്ച് ഉദാസുകളെല്ലാം സ്വീകരിച്ച് വിശുദ്ധയായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ മകള് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത്. നമുക്ക് ഈ അവസരത്തില് ദൈവസന്നിധിയില് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും കർത്താവ് സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജനത്താർക്ക് ഞങ്ങളെ വിശ്വസീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനുമായി ഈ കർത്തനത്തിലുകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യന്റെ സമാധാനവും പ്രത്യാശയും എപ്പോഴും ഉണ്ടായിരിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. മനുഷ്യജീവിതം മുൾപ്പടിക്ക് തുല്യമാവുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യമായ പ്രീതത്തിന്റെ ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം മുൾപ്പടിക്ക് തുല്യമാവുന്നു. മനുഷ്യജീവിതം പുൽപ്പലിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽപ്പലിക്ക് തുല്യമാവുന്നു. മനുഷ്യരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വരും നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എപ്പോഴെന്നാലും നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഇതിന്റെയും മരണത്തിന്റെയും നാഥനുമായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ പെരുമാറുന്നത് എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കിട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവർ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എട്ട് ദിവസങ്ങൾക്ക് പരിമിതമാകുന്നു. മനുഷ്യരെ പ്രാർത്ഥിക്കാമെന്ന് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഇതിന്റെയും പണ്ടത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴിവും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാഴവരുടെ ചെറുകാലം ആനന്ദപ്പെടുവാനിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവിനും സ്വീകരണമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമണിയുന്നു. മധ്യശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുണവജീവൻ. വാഗ്ദാനകർത്താവ് വിശ്വാസിയാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ. അന്തിമ ദിവസം ഉയർത്തേകും. പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിരക്കു പകർന്നേ. മധ്യത പുണരുന്നു. ശൈലമുള്ളോരും ക്ഷേനാകും. മധ്യനയേകും സകലേശൻ നിരാകൂലമാകുന്നു. സ്വീകരിക്കുന്നു. അമ്പലവീതേലഖിലേശം നിശിതാരാധനയും നൈലം. പരിശുദ്ധന്മാരണികളിയായി എതിരത്തിനു നിരന്നീടും. ആനന്ദത്തിൻ മതിയറവും ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, വർഷിപ്പാടുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ മഹിദേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയറിഞ്ഞേ. നല്ലവരുത്തു വരമ്പാരേ. പരിവേഷം എന്റെ സർവ്വത്തെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശിക്കാത്തവരെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം എഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം ഈശോയിൽ പരിശോധനയും അവരോടുകൂടെ ഉയർത്തിക്കും.
നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ പരിശോധിക്കുന്നവർ പരിശോധിക്കാതിരുന്നാൽ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാക്കളുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ പ്രകൃതികൊണ്ട് എഴുതുന്നവർ നിശ്ചയായി ധരിച്ചവർ ആദ്യം ഉയർത്തുന്നേക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ ഉദയത്തിനായി അവരോടുകൂടെ മേഘങ്ങൾ എഴുതപ്പെടും. നാം എന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശീർവദിക്കുകയും രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ചെയ്യുന്നവരും നിത്യജീവനുണ്ടായിരുന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്കെതിരാനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കാർക്കും അനുഭവത്തിനും ഭക്തിവാനും തുടങ്ങിയും കർത്താവേ ആത്മാവിനെ അനുഭവമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും അവിടുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ ഗർഭിണിയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ഗുരുതന്മാരും നിയോഗിക്കണമെന്ന് നിരോധനങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ചതിന്റെ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമെന്ന് നിരോധനങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗ പ്രദേശവും ചരണവും പ്രധാനവും വിഷയമായി നിന്റെ ദിവസത്തിലും നിന്റെ മൈതൃകയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും സർവ്വനാഥ അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിരോധനങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തെ ആശംസിക്കാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കടന്നുവെച്ച വിഷയമായി കരുതലോട് കടന്നുവെക്കുകയും അവരെ ആശംസിക്കുകയും ചെയ്യണമെന്ന് നിരോധനങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ കൊടുക്കുന്നതുമായ വിഷയമായി ഇത് താമസിയുടെ പാവങ്ങൾ തുടങ്ങിയും കുർബാനയും ചർച്ചകളെയും ആശംസിക്കുകയും ചെയ്യണമെന്ന് നിരോധനങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ നിങ്ങളുടെ പാദങ്ങളിൽ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. എന്റെ മഹനീയമായ ഞങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ പട്ടത്തിന്റെ നാടിനും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. നിങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ദൈവത്തെയും മരണത്തിന്റെയും നാട്ടിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അന്നൊരു ദിവസം മർത്താരെയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചവരിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം സോദരിമാരും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. ഞാനാകുന്നു കരയോരം കരുണയുടൻ യുഗമർമ്മഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും തീരുന്നു. ഞാൻ നല്ലവണ്ണം കുറ്റം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയോട് കൂടി എന്നെ അറിയിക്കുമാറാകൂ. യേശുക്രിസ്തുവിനായ പുത്രന് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അടുത്ത ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്കുള്ള വിലാപ യാത്ര നമ്മൾ ആരംഭിക്കുന്ന സമയം കൂടെയാണ്. ഇവിടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും അന്തിമ ഉപചാരം അന്തിമം നൽകുക. ബാക്കി എല്ലാവർക്കും പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള അവസരമുണ്ടല്ലോ. പരമാനന്ദം മുഖരുവിനത്തി പ്രഭയുടെ നാട്യം
എന്റെ വീട് സത്യം ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന മരണമൂലം നമ്മളിൽ വേർപിരിഞ്ഞ് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂര്യയെ സ്നേഹത്തോടെ ഓർക്കുന്നതിന് പ്രാർത്ഥിക്കുന്നില്ല കൂടിയിരിക്കുന്നത്. മരണം ലോകത്തെ അനിശ്ചയമായിട്ടുള്ള സത്യമാണ് എന്നെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മരണം. അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കും എന്ന് മാത്രം നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നാളുകളായിട്ട് രോഗശൈലിയായിരുന്നു സൂചി. അവസരങ്ങളിൽ പലപ്പോഴും എനിക്ക് വരാനും കാണാനും ആശുപത്രിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ കഠിനമായിട്ടുള്ള വേദനകൾ, ഇതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ പരാതിയോ പരിഭവമോ ഈ സൂര്യക്ക് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാ സന്തോഷത്തോടുകൂടെ കഥാവായി ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അനുസരിച്ചുകൊണ്ടാണ് മരണത്തെ ഈ സഹോദരി ജീവിക്കുന്നത്. മരണം വേർപാടാണ്, അതുകൊണ്ട് അത് ദുഃഖകരവുമാണ്. പക്ഷേ മരണത്തിനെ കുറിച്ച് നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും മരണത്തിന് ശേഷം നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്ന് പോകേണ്ടവരാണ്. ഈശോമിശിഹായെ വഹിച്ചവരെല്ലാം അവിടത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും, അവിടത്തോടുകൂടെ നിത്യമായിട്ടുള്ള സൗഭാഗ്യത്തിൽ എത്തിച്ചേരും എന്നുള്ള പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ശക്തിയും അതുപോലെ ശാന്തിയും ഒക്കെ നൽകുന്ന വചനങ്ങളാണ്. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമൊക്കെ നമ്മൾ പങ്കുചേരുന്നവരാണ്. മാമോദീസായിലൂടെ മറ്റ് ഉദാസികളുടെ സ്വീകരണത്തിലൂടെയെല്ലാം ഈ പങ്കുചേരൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈശോമിശിഹായോടുള്ള
നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശുദ്ധരായുള്ള ആളുകൾ പീഡനം ശ്രമിക്കുന്നത്. രക്തസാക്ഷികൾ ജീവനത്തിയായി കൊടുത്തതുമല്ല. വിദ്യ സൗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. മരണത്തെക്കുറിച്ചുള്ള നിത്യസൗഭാഗ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ദുഃഖങ്ങളിലെ ആശ്വാസവും സഹനങ്ങളിലെ പ്രത്യാശയും മരണത്തിലെ ശാന്തിയും പ്രദാനം ചെയ്യും. ഞാൻ സൂചിപ്പിച്ചതുപോലെ മരണം വേദനാകരമാണ് എന്നതാണ് വേർപാടായതുകൊണ്ട് ഈ മകയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജീവിതം അവസാനിപ്പിച്ച അങ്ങനത്തെ പുതിയ ഒരു വ്യക്തിയാണ് എനിക്ക് വിശ്വസിച്ച് പറയാൻ സാധിക്കും. നമുക്ക് ഈ സഹോദരിയെ സ്നേഹത്തോടുകൂടെ ഓർക്കണം. ഇവരുടെ നിത്യസ്മരണയ്ക്ക് മുമ്പിൽ ആ രാത്രികൾ അർപ്പിക്കാം. മരണത്തെ ചികിത്സയായി അവിടുത്തെ മരണത്തിൻ്റെ ഉദ്ധാനത്തിൽ പങ്കിയാൻ ഈ സഹോദരിയെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ നിര്യാണത്തിൽ വേദനിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട മാതാവ് റോസമ്മ, അതുപോലെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, മറ്റുള്ളവരില്ല. അവരുടെ ദുഃഖത്തിൽ ഞാൻ ആത്മന പങ്കുചേരുകയും ആത്മാർത്ഥമായിട്ടുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ സഹോദരിയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവയുടെ സ്വർഗത്തിൽ ചേർക്കണമേ, സുഖരാജ്യത്തിലെ ചേർക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടരുകയും ചെയ്യുന്നു. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി വിശികാനാഥൻ
മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിനെ പ്രഭാതം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയങ്ങളെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാതകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് മോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുഖസുഖങ്ങളൊരുങ്ങി സമലങ്കൃതരായി വരുവിൻ വരുവിൻ വൃതനേ മുരഹോ അതിലിരുന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകും. വിശുദ്ധ മാമോദീസാലും വിശുദ്ധ കുർബാനയാൽ വഴിവിട്ടു വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തമായ ശരീരത്തിന് എന്റെ ദൈവത്തിന് രണ്ടാമത്തെ യാതൊരുണ്ട് വിശ്രമം നൽകേണ്ടി ദൈവത്തിരിക്കണം. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവീശ്വരനെ കളിക്കുകയായ നിർമ്മലരാജ് അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുവാൻ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം എന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ
അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിനെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവേ, നീ അണയുമ്പോൾ നിർത്തണമേ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കൊത്താനും രക്ഷയും ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. എന്നുടെ നാഥ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ഈശോമിശിഹ ഞങ്ങളിതാ ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്താനം നീ അരുളുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ബലവാനേ, നീ പരിശുദ്ധൻ, മർത്യൻ പരിശുദ്ധൻ. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശിയിലുത്താനം നിതരാങ്കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മാൻവേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും. ഞാൻ കണ്ണീര് കുടിക്കുന്നു, എന്തുകൊണ്ട് നാം നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവനെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനാ നിരാശപ്പെടുന്നു? നീ എന്തിനാ വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടിൽ തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സൂര്യയുടെ 3-ാം ചരമദിനം നാളെയാണ് ആചരിക്കുന്നത്. സാധിക്കുന്ന ആളുകൾ എല്ലാവരും കുർബാനെ സംബന്ധിച്ച് സൂര്യ അനുസ്മരിച്ച് ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സമാപന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധം എപ്പോഴും എന്നേക്കും. തലക്കോട്ട് നിന്നു മുട്ടുന്നവർക്ക് മോൻ വേണ്ടേ? അവിടെ നിന്നിരുന്നാൽ മതി. ഈ സൈഡ് താഴെ
നിങ്ങളൊന്നും